ഇതുവരെ പ്രസിഡന്റ് ട്രംപ് പുറത്തേക്ക് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡ്രഗ് കാർട്ടൽസ്, വെനിസ്വേലയിലെ ഡ്രഗ് കാർട്ടൽസ് അമേരിക്കയെ നശിപ്പിക്കുന്നു, അമേരിക്കയുടെ സാമ്പത്തിക ക്രമത്തിനെ ബാധിക്കുന്നു എന്നൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു യുദ്ധത്തിലേക്ക്, ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതൊരു അതിശയകരമായ കാര്യമാണ്. കാരണം ഈ ഡ്രഗ് കാർട്ടലിന്റെ ഒറ്റ കാരണം കൊണ്ട് ഒരു പ്രസിഡന്റിനെ മാറ്റുക, അല്ലെങ്കിൽ അമേരിക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് യുദ്ധം തുടങ്ങുക എന്നൊക്കെ പറയുന്ന വളരെ അതിശയകരമായ കാര്യം തന്നെയാണ്. പക്ഷെ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കാര്യങ്ങളൊന്നും അതിശയകരമല്ല. അദ്ദേഹം എന്തുവേണമെങ്കിലും തീരുമാനിക്കാൻ തയ്യാറായ വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് സൗത്ത് അമേരിക്കയില് എല്ലാം ക്യൂബയുടെ പ്രശ്നം വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ആയിരുന്നു. എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. അപ്പോൾ ക്യൂബയും അതുപോലെ പിന്നീട് നിക്കറാഗുവയും ഒക്കെയാണ് അമേരിക്കക്കെതിരായിട്ട് റിവോൾട്ട് ചെയ്തത്. അപ്പോൾ അമേരിക്ക അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവരെല്ലാം എതിർത്തിരുന്നെങ്കിൽ പോലും ആ രാജ്യങ്ങളൊക്കെ തുടരാൻ തന്നെ അനുവദിച്ചിരുന്നു. അപ്പൊ അതിലൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെയുള്ള ഒരു പ്രശ്നത്തിൽ സൈനികമായി ഇടപെടുക, പ്രസിഡന്റിനെയും ഭാര്യയെയും മാറ്റുക, ഇതൊക്കെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വളരെ പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്ത്. അപ്പൊ അമേരിക്കയുടെ ഒരു പുതിയ മുഖമാണ് നമ്മൾ കാണുന്നത്. സൗത്ത് അമേരിക്കയിലാകുമ്പോൾ അമേരിക്കയിൽ പ്രത്യേക താല്പര്യമുണ്ട്, സംരക്ഷിക്കും എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷെ ഇതുവരെ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതൊരു തരത്തിൽ ഇത് ഒരു മറ്റു രാജ്യങ്ങളാരെങ്കിലും ഇടപെടുകയോ ചെയ്യുമോ എന്ന സംശയങ്ങളാണ്. വലിയ രാജ്യങ്ങൾ ചൈന, റഷ്യ എന്നിവരോട് സാധ്യതയില്ല. പക്ഷെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കഴിയുന്നത്ര ഇതിന് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിയാലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തുടർന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ വാർത്തകൾ കിട്ടേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഒരു സെക്യൂരിറ്റി സ്ട്രാറ്റജി കുറച്ച് ദിവസം മുമ്പ് അനൗൺസ് ചെയ്തല്ലോ. അതിതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവിടെ മറ്റു കാര്യങ്ങളാണ്, യൂറോപ്പിനെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ചൈനയെ പറ്റിയും ഒക്കെയാണ്. ഇത് എത്രമാത്രം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്റെ നയത്തിൽ എന്നുള്ളത് ഇനിയും കാണേണ്ടിയിരിക്കും. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുടെ അധീനതയിലേക്ക് എല്ലാ രാജ്യങ്ങളെയും എത്തിക്കുക, അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തു കൂട്ടുന്നത് ഒക്കെയും എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം 30 മിനിറ്റ് സമയം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആ സമയം കൊണ്ട് പൂർണ്ണമായും തന്നെ വെനസ്വേലയെ കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങളെ വലിയ ആശങ്കയോടുകൂടിയാണല്ലോ നോക്കിക്കാണാനാവുക. 30 മിനിറ്റ് വാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൽ നിന്നുള്ള സൂചന എന്താണെന്ന് വെച്ചാൽ അത് തുടരാനോ അല്ലെങ്കിൽ വെനസ്വേല ഏറ്റെടുക്കാനോ ഒന്നും താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രസിഡന്റിനെ മാറ്റിയിട്ട് അമേരിക്കയോട് കുറവ് പുലർത്തുന്ന ഏതെങ്കിലും നേതാവിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു.